ആത്മബന്ധു, ഈ പ്രഭാതത്തിൽ ലോകം നിങ്ങളുടെ പേരോർക്കുമ്പോൾ, നിങ്ങളെ മെല്ലെ വിളിക്കുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുക. നിങ്ങൾ ജീവനോടെയുണ്ട് എന്നത് ഈ ദിവസത്തിന്റെ അനുഗ്രഹമായി കരുതിക്കൊണ്ട് മനസ്സമാധാനത്തോടുകൂടി ആന്തരികമായ പ്രകാശത്തെ അറിഞ്ഞുകൊണ്ട് ശക്തിയോടെ സമാധാനത്തോടെ വിജയിക്കുവാനുള്ള മനസ്സോടുകൂടി ഉണർന്നെഴുന്നേൽക്കുക. ഇന്നലെ വരെ എന്തൊക്കെ സംഭവിച്ചു, അതിലൊക്കെയും നമ്മളുടെ ഒരു ശ്രമമുണ്ടായിരുന്നു എന്നത് അറിയുക. സ്വയം പറയുക, ഞാൻ ശ്രമിച്ചുവല്ലോ, ഞാൻ ശ്രമിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ജീവിതം ഒരിക്കലും ഒരു മത്സരമല്ല, അതൊരു മനോഹരമായ യാത്രയാണ്, ഒരു വിനോദയാത്ര. ചിലപ്പോഴൊക്കെ അതൊരു സാഹസിക യാത്രയാണ്, മറ്റു ചിലപ്പോഴോ തീർത്ഥാടനം. യാത്രയ്ക്ക് പുറപ്പെടുന്നവരിൽ ചിലർ നേരത്തെ എത്തുന്നു, ചിലർ കുറച്ചുകൂടി അലഞ്ഞു തിരിയുന്നു, ചിലരോ ഇതുവരെ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ശ്രദ്ധ പതിപ്പിക്കുന്നു, ചിലപ്പോൾ ചെന്നെത്തുന്നു. ഓരോ യാത്രയ്ക്കും അതിൻ്റെതായ സമയവും സ്വഭാവവുമുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന വഴികളും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. 2 ലക്ഷ്യങ്ങളിലേക്ക് പോകേണ്ടവർക്ക് 2 വഴികളായിരിക്കില്ലേ? അപ്പോൾ മറ്റൊരാൾ സഞ്ചരിക്കുന്ന വഴിയും നമ്മളുടെ വഴിയുമായി താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓരോരുത്തർക്കും ഓരോ വഴികൾ തന്നെയാണ്. ഒരു ജ്വാല പോലെ നമ്മുടെ ഉള്ളിൽ പ്രത്യാശയെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുക. എല്ലാം അവ്യക്തമാണ് എന്നും ഈ ലോകം അനിശ്ചിതമാണ് എന്നുമൊക്കെ മനസ്സിലാക്കിയാലും നമ്മൾ വീണ്ടും വീണ്ടും സമരം ചെയ്ത് ക്ഷീണിച്ചു എന്നൊക്കെ തോന്നിയാലും പ്രതീക്ഷിക്കുക, പ്രത്യാശ വയ്ക്കുക. കാരണം ഭയത്തേക്കാൾ ശക്തമാണ് പ്രതീക്ഷ. ഭൂതകാലം നമ്മളെ പഠിപ്പിച്ചതെല്ലാം നമുക്ക് ഊർജം നൽകുവാനുള്ള വസ്തുക്കളാക്കി മാറ്റിക്കൊണ്ട്, പാഠങ്ങളാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുക. പശ്ചാത്താപങ്ങളെ, കുറ്റബോധത്തെ ഒക്കെയും ഒഴിവാക്കാം. നമ്മൾ എന്തായിരുന്നുവെങ്കിൽ എന്നാലോചിക്കാതെ ഇപ്പോൾ എന്താണോ അതിൽ സമാധാനിക്കുക. നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ചെറിയ വിളക്ക് ഒരു വലിയ മുറിയിലെ ഇരുട്ട് നിൽക്കില്ലേ? അതുപോലെ നമ്മുടെ ഈ നിലനിൽപ്പ്, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന സത്യം എവിടെയൊക്കെയോ വെളിച്ചം വീശുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസം പൂർണ്ണ മനസ്സോടുകൂടി ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ, ഈ നിമിഷങ്ങളിൽ ജീവിക്കുവാൻ തയ്യാറാവുക. നമ്മളൊന്നിലും ചെറുതാകുന്നില്ല. നമ്മൾ നഷ്ടപ്പെട്ടവരോ നിരാശപ്പെട്ടവരോ പരാജയപ്പെട്ടവരോ ആകുന്നുമില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവർ, ശ്രമിച്ച് വിജയം നേടാൻ പോകുന്നവർ, അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ഏത് വെല്ലുവിളികളെയും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കട്ടെ. സന്തോഷം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു ഭയവുമില്ലാതെ അതിനെ സ്വീകരിക്കാൻ സാധിക്കട്ടെ. പലപ്പോഴും കാണാറുണ്ട്, ഒന്ന് ചിരിക്കുമ്പോൾ അയ്യോ ഇന്ന് ചിരിച്ചാൽ ഇന്ന് തന്നെ കരയുമല്ലോ എന്ന് ഭയപ്പെടുന്നവരെ. ദയവായി അതുപോലെ ആകാതിരിക്കുക. ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും വിട്ടുകളയാതിരിക്കുക. ചിരിക്കുമ്പോൾ കരയേണ്ടി വരും എന്ന ചിന്ത മനസ്സിലേക്ക് വന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ കരയാൻ പഠിപ്പിക്കുകയാണെന്ന് ഓർക്കുക. അതുകൊണ്ട് ചിരിക്കാൻ കിട്ടുന്ന അവസരത്തിൽ കരച്ചിലുകളെ ഓർക്കാതിരിക്കുക. ചിരിക്കുക, മനസ്സ് നിറഞ്ഞു ചിരിച്ചുകൊണ്ട് ജീവിതത്തെ വരവേൽക്കുക. ഇന്ന് ഒരു സുഖമില്ലല്ലോ, ഇന്നൊരൽപ്പം ഡൗൺ ആണല്ലോ എന്നൊക്കെ തോന്നിയാൽ അപ്പോൾ തന്നെ വിചാരിക്കുക, അങ്ങനെ തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്നൊരാളെ സഹായിക്കണം എന്ന്. എപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മനസ്സ് തളർന്നു പോയി എന്ന്, അല്ലെങ്കിൽ നിരാശ നമ്മളെ ബാധിക്കുന്നുവെന്ന് തോന്നുന്നു, അപ്പോഴൊക്കെ പുറത്തേക്കിറങ്ങുക. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു സഹായം ചെയ്തു നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആ മാനസികാവസ്ഥ മാറും. ഈ പ്രപഞ്ചം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ, അതിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായി നമ്മൾ മാറും എന്നുള്ള സത്യത്തെ മനസ്സിലാക്കുക.
അപ്പോൾ ചിന്തകൾ നല്ലതാകുവാൻ, നല്ല ചിന്തകളെ മാത്രം തിരഞ്ഞെടുക്കുവാൻ നമ്മൾ നമ്മളെ പരിശീലിപ്പിക്കാം. പഴയ കാര്യങ്ങളെ ഓർക്കുമ്പോൾ, തെറ്റുകളെ ഓർക്കുമ്പോൾ, അതൊക്കെയും ഓർമ്മകളിലേക്ക് വന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുവാൻ കൂടി വേണ്ടത് മനസ്സിലാലോചിക്കാം. നമ്മളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾ തുടർച്ചയായി ഒരു 21 ദിവസം അങ്ങനെ ചിന്തിച്ചാൽ തന്നെക്കൊണ്ട് എന്തിനു കൊള്ളും എന്നുള്ളത് അയാൾ മറന്നുപോകും. അതുകൊണ്ട് എന്തിനു കൊള്ളില്ല എന്നല്ല, എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തിനൊക്കെ എന്നെക്കൊണ്ട് കൊള്ളാം എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. അതുതന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മനസ്സസ്വസ്ഥമായാൽ മറ്റൊരാളെ സഹായിക്കാൻ മറക്കാതിരിക്കുക. നമ്മളെക്കൊണ്ട് കൊള്ളില്ല എന്ന് തോന്നിയാൽ നമ്മളെക്കൊണ്ട് കൊള്ളുന്നത് എന്തിനൊക്കെ എന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പുഞ്ചിരിക്കാൻ മറക്കാതിരിക്കുക. ഭയം മനസ്സിലുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രത്യാശയെ മനസ്സിൽ നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഈ ജീവിതം മനോഹരമായൊരവസരമായി മാറും. ആ അവസരത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഈ പ്രഭാതത്തെ, വരും പ്രഭാതങ്ങളെ വരവേൽക്കാം. കാരണം ആത്മബന്ധു, ഈ ജീവിതം വളരെ ചെറുതല്ലേ? ഓർത്തു നോക്കൂ, മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെയോ കൈപിടിച്ച് നടന്ന കാലം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ കാലം എത്ര കടന്നു പോയിരിക്കുന്നു അല്ലേ? ആ കാലത്തെ ഒന്നും നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കാലം വളരെ ചെറുതാണെന്നാണ് അർത്ഥം. മനസ്സുകൊണ്ട് ഒരു നിമിഷം 10 വയസ്സുള്ള അല്ലെങ്കിൽ അതിനും താഴെ പ്രായമുള്ള കുട്ടിയിലേക്ക് എനിക്കെത്താനാകുന്നു. അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ഇനി വരും കാലങ്ങളെയും നമുക്ക് സ്വീകരിക്കാനാകണം. അതുകൊണ്ട് ഇന്നലകളുടെ ആശങ്കകളെ മാറ്റിവെച്ച് നാളെയുടെ സംഘർഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു പുഞ്ചിരിയായി സ്വയം ഭവിക്കാം. സൂര്യ തേജസ് ഈ ഭൂമിയിലേക്ക് എത്തുന്നത് പോലെ നമ്മിൽ നിന്നും പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. ഒരു പക്ഷേ നമ്മുടെ വാക്കിലൂടെ ആവാം ആ പ്രകാശം, അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ, മറ്റു ചിലപ്പോൾ നിറഞ്ഞ ഒരു ചിരിയിലൂടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. ആത്മബന്ധു, ഇതൊരു നല്ല ദിവസമായിരിക്കട്ടെ.